ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ. ഇന്നപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഡെയിലി റുട്ടീൻ തന്നെ നൈറ്റ് ക്ലീനിങ്. അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞ് മക്കൾസൊക്കെ ഉറക്കത്തിലേക്കൊക്കെ ആയി തുടങ്ങി. വലിയവർ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീനിങ് അങ്ങ് കഴിഞ്ഞിട്ട് വേഗം പോയി കിടക്കാമെന്ന് വെച്ചു കേട്ടോ. എന്നാൽ ആകെപ്പാട് ഒരു സാഡ് മൂഡ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ മനസ്സിനൊരു ചെറിയ ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്താട്ടോ. ഇല്ല, ഇത് പിന്നെ ചെയ്യാതെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ കൂടി നിൽക്കുമല്ലോ. രാവിലെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഒരുപാട് വിഷമമുള്ള ദിവസം അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ദിവസമൊക്കെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മുടെ മൈൻഡ് നന്നായിട്ട് അങ്ങ് റിലാക്സ് ആവൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഇന്നിപ്പോൾ ക്ലീനിങ്ങിനായിട്ട് നിന്നേ. എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മളതൊക്കെ മറന്നിങ്ങനെ നിൽക്കണ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കണ ഒരു ഏരിയ ഈ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഈ കിച്ചൺ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ പരാതികളും പരിഭവങ്ങളും ഒരു പരിധി വരെ കേൾക്കണതും അറിയണതൊക്കെ കിച്ചൺ ആയിരിക്കൂലേ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുക, ഈ കിച്ചൺ അതായത് ഈ ഭിത്തിക്കും ഇവിടുത്തെ പാത്രങ്ങൾക്കും ഒക്കെ ജീവനുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഏറ്റവും ആദ്യം നിൽക്കുന്നത് അവരായിരിക്കൂലേ. കാരണം നമ്മളെന്താണെന്നും നമ്മളുടെ ദിനത്തിലൊരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരായിരിക്കും. പക്ഷെ അവർക്ക് ജീവനില്ലാത്തതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ജീവനുള്ളവർ സംസാരിക്കുന്നത് ആരോട്ട് മനസ്സിലാക്കില്ല. അപ്പോൾ ക്ലീനിങ് റൊട്ടീൻ ദിനം ഡെയിലി പോലെ തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ലതുപോലെ മഴയായതുകൊണ്ട് തന്നെ അവിടെ ആ ജനലിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഊത്ത് പോലെ ഇങ്ങോട്ട് അടിക്കൂട്ട വെള്ളം. അപ്പോൾ എപ്പോഴും അങ്ങനെ തുടച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് പോലെ. പിന്നെ ഗ്യാസ് സ്റ്റൗ വയ്ക്കാനായിട്ട് വേറൊരു ഏരിയ കിച്ചണിലില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങനെ മാറ്റി വെക്കാനും പറ്റില്ല കേട്ടോ. ചെറിയ കിച്ചണല്ലേ, അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ സൗകര്യം കുറവാണ്. അപ്പോൾ ഇച്ചിരി ഒന്ന് തുടച്ച് കൊടുക്കണ ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുടച്ച് ഉണക്കാറാട്ടോ പതിവ്. പിന്നെ മഴ അങ്ങ് കുറഞ്ഞ് കഴിയുമ്പോൾ സെറ്റായിക്കോളൂല്ലോ. അപ്പോൾ ആദ്യമേ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. എന്നിട്ട് അവിടുത്തെ എടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് തന്നെ റിട്ടേൺ വെച്ചു. ഇന്ന് കുറച്ചധികം ചോറ് ബാലൻസ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൊത്തത്തിൽ ചോറ് കഴിപ്പൊക്കെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് വെള്ളം ഊറ്റി വെച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് എന്തെങ്കിലും സെറ്റാക്കാം. അപ്പോൾ അതങ്ങ് ആദ്യമേ വെള്ളം ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പാത്രം ഞാൻ മുന്നേ തന്നെ കഴുകി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കാം. അപ്പോൾ കുറേ സമയം നമ്മുടെ മൈൻഡ് ഈ ക്ലീനിങ് സെക്ഷനിലേക്ക് അങ്ങ് നിൽക്കുമല്ലോ. അപ്പോൾ പല പല കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാനും ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരേ കൺകെട്ടുകളല്ലേ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് നമ്മളെ വേദനിപ്പിക്കാനൊക്കെ നല്ല രസമായിരിക്കുന്നേ. കാരണം അവർക്കറിയില്ലല്ലോ മറ്റുള്ളവരുടെ വിഷമം എന്താണെന്ന്. പറയുമ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി. അവർ പറയും നമുക്കും വേദനയുണ്ട് എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും ഒരേ രീതിയിലാവില്ല വേദന. കാരണം നമ്മൾ പുറമെ കാണുന്നതല്ല ഒരാളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ. ചിരിച്ചുകൊണ്ട് കാണുന്നവരാരും ചിരിച്ചുകൊണ്ടല്ലായിരിക്കും അപ്പുറം നിൽക്കണേ. പുറമെ ചിരിക്കണമെന്ന് വെച്ചാൽ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കണതല്ല ഒരാളുടെ ലൈഫ്. നമ്മൾ ഓർക്കും, ചിലരെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കില്ലേ, അവർ ഭയങ്കര സെറ്റിൽഡാണ്, പൈസയും കൊണ്ടായാലും അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല, എന്നാൽ അവരെന്ത് ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ചിലരിൽ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ചിലർ പൈസയും കൊണ്ട് ഭയങ്കര സമ്പന്നരാണെങ്കിൽ അവർക്ക് അസുഖങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും, അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്തവരാരും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതട്ടോ. കാരണം ഞാൻ ഇടപഴകിയിട്ടുള്ളവരെല്ലാം അങ്ങനെയാണ്. ആദ്യത്തെ കാഴ്ചയിൽ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണെങ്കിലും നമ്മൾ കൂടുതൽ നേരം അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടല്ലോ, അസുഖങ്ങളായിട്ടായാലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ. ഇപ്പോൾ 3rd പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കം ഞങ്ങൾക്കും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും അങ്ങ് എത്തിക്കാൻ പറ്റില്ല. ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് പെടാമെന്ന് പറയുമല്ലോ. അപ്പോൾ പുറമേ നിന്ന് ഒരു ഹെൽപ്പും കൂടെ ഇല്ലാതെ വരുമ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ 3rd പ്രഗ്നൻസിയും ആഫ്റ്റർ ഡെലിവറിയൊക്കെ
ഹോസ്പിറ്റലിലും NICയും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും കര കയറിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ട്രെസ്സും ടെൻഷനും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുവേ. അതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇടപെടലുകളും ചില സംസാരങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒന്നോടെ വീക്കാവുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെ വീക്കായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ലല്ലോ ഇപ്പോൾ. എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കാതെ രക്ഷയില്ല. കാരണം നമ്മളെ മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു 4 ജീവനുകൾ വേറെ ഉണ്ടേ. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ നോക്കാതെ പറ്റില്ലല്ലോ. കാരണം അവർക്ക് ഇപ്പോൾ നമ്മളാണെല്ലാം, നമ്മളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഹാപ്പിയിൽ നമ്മളും അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് പോവാം. അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഓരോരോ സെക്ഷനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മളൊരു എന്താ പറയുക, മൈൻഡ് ഓക്കെ ആവാൻ ചെയ്യണോണ്ട് തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുമെന്ന് അറിയില്ലേ, അതുപോലെ എല്ലായിടും നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾസിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് അങ്ങനെ ക്ലീനിങ്ങിനൊന്നും നിന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കണേ. ആകെ ഈ നൈറ്റ് ക്ലീനിങ്ങാണ് കുറച്ചെങ്കിലും ഒന്ന് സെറ്റായിട്ട് വയ്ക്കണം. രാവിലെയൊക്കെ പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാറ് പതിവ്. കാരണം എപ്പോഴും ചിത്താന്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നേ. അതിൻ്റെ ഇടയ്ക്ക് മനസ്സിനും കൂടെ നമ്മളങ്ങ് ഓക്കെ അല്ലെങ്കിൽ പറയണം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആ കൗണ്ടർ ടോപ്പ് തുടച്ചതും സിങ്ക് ഉരുമിയതും പാത്രം കഴുകണതും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചങ്ങ് വയ്ക്കും കേട്ടോ. അപ്പോൾ അതങ്ങ് ക്ലീൻ ആയിക്കോളും. പിന്നെ ബാലൻസ് ചൂടുവെള്ളം ആ സിങ്കിൻ്റെ അകത്തേക്കൊക്കെ നല്ലതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ ഈ ഫൗൾ സ്മെല്ലുകളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും സിങ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കാറുള്ളൊരു കാര്യം കേട്ടോ അത്. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച്. ഇനി അതിൻ്റെ ഓസ് ഉരുകി പോവില്ലെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. എൻ്റെ ഓസിനൊന്നും ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും തന്നെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചൺ ഡ്യൂട്ടി ഇന്നത്തെ അവസാനിച്ച് കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. അപ്പോൾ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ തളരാൻ പറ്റില്ലല്ലോ, തളർത്താൻ ആരൊക്കെ നോക്കിയാലും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ബായ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും. ബായ് ഫ്രണ്ട്സ്.